السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മിഷ്കാത്ത് പഠിതാക്കളെ, വിശുദ്ധ റമദാനിലെ ഖുർആൻ പഠനത്തിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 22 മുതലുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ് വലൻ നജിദ മിൻ ദൂനിഹി മുൽതഹദാ. പറയുക, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒരാളും എനിക്ക് അഭയം നൽകുകയേയില്ല. തീർച്ച അവന് പുറമേ ഒരു അഭയാർത്ഥിയും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. ഇല്ലാ ബലാഗൻ മിനല്ലാഹി വറിസാലാതി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനവും അവൻ്റെ സന്ദേശങ്ങളും ഒഴികെ മറ്റൊന്നും എൻ്റെ അധീനതയിലില്ല. വല്ലവനും അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാണ് നരകാഗ്നി. അത്തരക്കാർ അതിൽ നിത്യവാസികളായിരിക്കും. ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദാ. അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അവർ കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും ദുർബലനായ സഹായി ആരാണെന്നും എണ്ണത്തിൽ ഏറ്റവും കുറവ് ആരാണെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും. ഖുൽ ഇന്നദിരി അഖരീബും മാ തുഅദൂന അം യജഅലു ലഹു റബ്ബി അമദാ. നബിയെ പറയുക, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അടുത്തു തന്നെയാണോ അതല്ല എൻ്റെ രക്ഷിതാവ് അതിന് അവധി വച്ചേക്കുമോ എന്ന് എനിക്കറിയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അവൻ അദൃശ്യം അറിയുന്നവനാണ്, എന്നാൽ അവൻ തൻ്റെ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا. അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതനുമല്ലാതെ എന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. അവർ അഥവാ ദൂതന്മാർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവർ അറിയാൻ വേണ്ടി അവരുടെ പക്കലുള്ളതിനെ അവൻ പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുവിൻ്റെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു അവൻ്റെ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. തീർച്ചയായും ഞാൻ
എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ആരെയും പങ്കു ചേർക്കുകയുമില്ല എന്ന ഒരു പ്രപഞ്ച സത്യം വിളിച്ചറിയിക്കാനാണ് അള്ളാഹു അവൻ്റെ ദൂതനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ ഉപകാരമോ ഉപദ്രവമോ സന്മാർഗമോ ദുർമാർഗമോ ഏതെങ്കിലും തരത്തിലുള്ള വിവേകമോ അവിവേകമോ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്താൻ കഴിയുന്നവനല്ല. അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹിദായത്താണ്. ആ ഹിദായത്തിനെ പുൽകാൻ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, എനിക്ക് നൽകപ്പെടുന്ന വഹി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുവാൻ മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് കഴിയുകയുള്ളൂ എന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. 22-ാമത്തെ ഈ ആയത്തിൽ അതുപോലെ തന്നെ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അല്ലാഹു ഒരാളെ ശിക്ഷിക്കാൻ അവൻ്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്നുള്ള നിലയ്ക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അടിമയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉൾപ്പെടെയുള്ള അവൻ്റെ ഒരു സൃഷ്ടികൾക്കും കഴിയുകയില്ല തന്നെ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പലപ്പോഴും ഈ ലോകത്ത് പലതരത്തിലുള്ള രക്ഷപ്പെടലുകളും അത് ഭൗതികമായ സഹായത്തിലൂടെ, ശുപാർശകളിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ഉന്നതന്മാരുടെ സ്വാധീനത്തിലൂടെ ഒക്കെ കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തന്ത്രങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ പലപ്പോഴും അന്വേഷിച്ചു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തന്ത്രകുതന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാൻ അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തട്ടിമാറ്റാൻ കഴിയുകയില്ല എന്ന ഒരു ബോധമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഏതെങ്കിലും അടിയാറുകളുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യുവാൻ ആർക്കാണ് കഴിയുക, ആർക്കാണ് അതിന് ധൈര്യമുണ്ടാവുക എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സന്താനങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ ഒരു നിലയ്ക്കും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. വളരെ ആത്മാർത്ഥമായ സത്യസന്ധമായ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ അന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള വസ്തുതയും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും നീക്കുപോക്കിനും ശുപാർശകൾക്കും ഒന്നും സാധ്യതയില്ലാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു എന്നും ആ ദിവസത്തിന് വേണ്ടി മുൻകൂട്ടി കർമ്മങ്ങൾ ചെയ്തു കൂട്ടണമെന്നും ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്നുമുള്ള ബോധം, അത് ഉമയ്യാമൽ മിസ്കാര ദർറത്തിൻ ഖൈറൻ യറ, ആരാണ് അണുമണിത്തൂക്കം നന്മ പ്രവർത്തിക്കുന്നത് അതിനുള്ള ഫലവും തിന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിൻ്റെ അനന്തരഫലവും അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. 24-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഭൗതികമായ ശക്തിയും ഭൗതികമായ സൗകര്യങ്ങളും ആളെണ്ണവും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ആദർശത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ടും അത് ആളുകളുടെ ഭൂരിപക്ഷം നോക്കിയാണ് ഒരു ആദർശത്തിൻ്റെ മേന്മയെ വിലയിരുത്തുന്നത് എങ്കിൽ തീർച്ചയായും അത് തെറ്റായ ഒരു ധാരണയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ആശയങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ പലപ്പോഴും കസീറും മിൻഹും ഫാസിഖൂൻ,
ഭൂരിപക്ഷം ആളുകളും സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ്. അക്സറുന്നാസിലായ യാക്കിലിവും, കൂടുതൽ ആളുകളും കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നില്ല എന്ന് തുടങ്ങുന്ന മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. 26-ാമത്തെ ആയത്തിൽ അള്ളാഹു അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം മാനവരാശിയെ അറിയിക്കുന്നു. പലപ്പോഴും മതത്തിൻ്റെ അടിസ്ഥാന ശിലകൾ തന്നെ തകർന്നു പോകുന്ന രൂപത്തിൽ ഭാവിയെപ്പറ്റി അറിയാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയാണ് പലപ്പോഴും അവനെ ശിർക്കിലേക്കും കൊടിയ പാപങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കുകയുണ്ടായി. ജിന്നിൻ്റെ സേവ പിടിച്ച് അറിയാത്ത കാര്യങ്ങൾ, നാളത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ സ്വാംശീകരിക്കുവാനുള്ള ശ്രമം കാലാകാലങ്ങളിൽ മനുഷ്യൻ നടത്തിയെന്നും അത്തരത്തിലുള്ള ജിന്നുകളുടെ പ്രവർത്തനം അതുപോലും നബി തിരുമേനിയുടെ വരവോടുകൂടി അവസാനിച്ചു എന്നുമുള്ള മുന്നറിയിപ്പുകൾ മുമ്പ് നമ്മൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അള്ളാഹു വിവിധ ആയത്തുകളിലൂടെ അത്തരത്തിലുള്ള ഒരു സാധ്യതയും അള്ളാഹു അല്ലാത്തവർക്ക് അദൃശ്യമായ കാര്യങ്ങൾ ഭാവി പ്രവചിക്കുവാനുള്ള അവസരങ്ങൾ ഒരു നിലയ്ക്കും നൽകപ്പെട്ടിട്ടില്ല. അത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമുള്ള ഖുദ്റത്ത് എന്നുള്ള നിലയ്ക്കാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ ആർക്കാണ് അറിയാൻ കഴിയുക എന്ന് നബിയെ ചോദിക്കുക എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു അറിവും മറ്റൊരാളിന് ഏതെങ്കിലും നിലക്ക് നൽകപ്പെട്ടിട്ടില്ല, നൽകപ്പെടാനുള്ള സാധ്യതയുമില്ല എന്ന് കണിശമായി തന്നെ ഖുർആൻ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പലപ്പോഴും പ്രവാചകന്മാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായ വല്ല അറിവുകളും കിട്ടുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവചിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഖുർആൻ നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നത്. കുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖജാന അതിനെ സംബന്ധിച്ചുള്ള അറിവ് എനിക്കുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള ധാരണ എനിക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എനിക്ക് ജിബ്രീൽ എന്ന മാലാഖയിലൂടെ വഹീ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു എനിക്ക് നൽകുന്ന വഹീനെ അത് നിങ്ങൾക്ക് അറിയിച്ചു തരിക, അത് വിശദീകരിച്ചു തരിക, അതിൻ്റെ മാതൃകയായി ജീവിക്കുക എന്നത് മാത്രമാണ് എന്ന് നബിയോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. വലാ അഅലമുൽ ഗൈബ, ഒരിക്കലും ഒയ്ബ് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ എനിക്ക് കഴിയുകയില്ല എന്നും നബി തിരുമേനി അനുയായികളെ പല സന്ദർഭങ്ങളിലായി ഉണർത്തിയിട്ടുണ്ട്. ഇന്നീ മലക്കുൻ, ഞാൻ മാലാഖയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ വഹീ പ്രവാചകന്മാർക്ക് എത്തിക്കുന്ന മാലാഖമാരാണ്, അതിൽപ്പെട്ട ഒരാളാണ് എന്നും ഞാൻ പറയുന്നില്ല. മജ്ജയും മാംസവുമുള്ള നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന, നിങ്ങളുടെ വിഷമങ്ങളും പ്രാരാബ്ധങ്ങളും അറിയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന പ്രവാചകൻ്റെ ഈ പ്രഖ്യാപനം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടനായ പ്രവാചക തിരുമേനിക്ക് പോലും ഇത്തരത്തിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുവാനോ അത് പറഞ്ഞുകൊടുത്ത് ജനങ്ങളെ പ്രലോഭിപ്പിക്കുവാനോ ഉള്ള സാഹചര്യം നിലവിലില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നമൽ ഗൈബുലില്ല, അത്തരത്തിലുള്ള അത് സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനം എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യൻ ഭാവിയെ സംബന്ധിച്ച് അറിയാനുള്ള താല്പര്യം അവന് ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വൈദിയായ കാര്യങ്ങൾ അറിയുവാനുള്ള ജന്മനാ ഉള്ള ഒരു തൃഷ്ണ, ഒരു വ്യഗ്രത അവനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു.
യഥാർത്ഥത്തിൽ ഭാവിയെ സംബന്ധിച്ച് മനുഷ്യൻ അറിയാതിരിക്കുക, അവൻ അറിയാൻ കഴിയുന്നില്ല എന്നത് അള്ളാഹു അവന് നൽകിയ ഒരു അനുഗ്രഹമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോക്കൂ, വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന ഒരു രോഗത്തെ സംബന്ധിച്ച്, ഒരു ദുരന്തത്തെ സംബന്ധിച്ച് അവൻ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നോക്കൂ, വരാനിരിക്കുന്ന നിമിഷങ്ങളും കൂടി കൂടുതൽ സങ്കീർണമാവുകയും കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും അതല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിതമാണ് അവന് കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഇന്നത്തേക്കാൾ നല്ലൊരു നാളെ ഉണ്ടാകണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുഭകരമായ ഒരു ഭാവി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ഭാവി അറിയിച്ചു കൊടുക്കുക എന്നത്, ഭാവി അറിയുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് തീർച്ചയായും അവൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി തീർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നാളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ, ലൈസത്ത് ഹയാത്തുൽ മർഇ ഇല്ലാ അമാനിയ ഇലാഹിയ ദാഅത്ത് ഫൽ ഹയാത്തു വലൽ അസർ എന്നൊരു കവി പാടുകയുണ്ടായി. മനുഷ്യൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ജീവിതം തൻ്റെ വ്യർത്ഥമായി പോകും എന്നാണ് ആ വരികളുടെ അർത്ഥം. ആ അർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക്, അടിയാറുകൾക്ക് ഇത്തരത്തിൽ നാളെയെ സംബന്ധിച്ചുള്ള അറിവ് നൽകാതിരുന്നു എന്നത് മാനവരാശിയോട് അവൻ ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ കാണേണ്ടത്. അതുകൊണ്ട് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, ഗൈബിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ അടുത്താണ്, സൃഷ്ടാവിൻ്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അത് മറ്റൊരാളും അറിയുകയില്ല തന്നെ എന്ന് പറയുവാനുള്ള കാരണം അതാണ്. പ്രവാചകന്മാർക്ക് ദഅവത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ അള്ളാഹു ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് അവൻ്റെ സമ്മതത്തോടുകൂടി, അറിവോടുകൂടി, ഒരു പ്രത്യേകമായ ദീനീയായ ദഅവിയായ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അത്രയും കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത് എന്നത് അത് പ്രവാചകന്മാരുടെ ഒരു മുഅ്ജിസത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വമാ കാന അല്ലാഹു യുത്ലിഅഹുക്കും അലൽ ഗൈബ്, ഒരിക്കലും അല്ലാഹു ഗൈബ് അവൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ്റെ നിലപാട്. നോക്കൂ, ഈ അറിയാൻ ഞങ്ങൾ കൂട്ടുനിൽക്കാം എന്നുള്ള നിലയ്ക്കാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യർ ജിന്നുകളെ സഹായത്തിന് അഭ്യർത്ഥിക്കുകയും അവർ വാനലോകത്ത് നിന്ന് കട്ടുകേട്ടു എന്ന് അനുമാനിക്കുന്ന ചില രഹസ്യങ്ങളും ഭാവി വർത്തമാനങ്ങളും മനുഷ്യർക്ക് കൈമാറി അതിലൂടെ അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി നൽകുന്നുണ്ട് എന്ന തെറ്റായ ഈ ധാരണയെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ട ജിന്ന് സമൂഹത്തിൽപ്പെട്ട നല്ലവരായ ആളുകൾ തന്നെ നിഷേധിക്കുകയുണ്ടായി. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ല, അള്ളാഹു മാത്രമേ ഗൈബ് അറിയൂ എന്നുള്ള വസ്തുത ഈ ജിന്നുകൾ പോലും വിശുദ്ധ ഖുർആൻ കേട്ടതിന് ശേഷം തുറന്നു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ ഒരു തെറ്റായ ധാരണയെ അവലംബിച്ചുകൊണ്ട് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് എല്ലാ മതങ്ങളിലുമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സിഹിർ, കണ്ണേറ്, കുട്ടിച്ചാത്തൻ സേവ, ജിന്ന് സേവ എന്ന വിധത്തിലൊക്കെ സമൂഹത്തിൽ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പല സന്ദർഭങ്ങളിലും നമ്മൾ ഒരു വായിച്ച വാർത്ത പോലെ മരണപ്പെട്ടുപോയ ആൾ ഇനി പുനർജനിക്കും എന്ന് ഏതോ ഒരു സിദ്ധൻ ജിന്നിൻ്റെ ആശ്രയത്തോടുകൂടി പ്രവചനം നടത്തിയതിൻ്റെ പേരിൽ 3 ദിവസത്തോളം മയ്യത്ത് കാത്തിരുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള വാർത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ട് 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി.
അതുകൊണ്ട് അദൃശ്യമറിയാൻ കഴിയും, അല്ലെങ്കിൽ അത് അറിയിക്കാൻ കഴിയും, അതിലൂടെ ഭാവി നമുക്ക് തരപ്പെടുത്തിയെടുക്കാം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് വ്യാജ ഔലിയാക്കന്മാർ, സിദ്ധന്മാർ, പ്രശ്നം വയ്ക്കുന്നവർ, ജ്യോത്സ്യന്മാർ, മന്ത്രവാദികൾ, പണിക്കന്മാർ, കബഡി നിരത്തുന്നവർ, ജിന്ന് സേവകർ ഒക്കെ ഈ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അത് വിവിധ മതങ്ങളിൽ വിവിധ രൂപത്തിലും ഭാവത്തിലും ഈ പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ രൂപത്തിലുള്ള ആശയങ്ങളുമായി, ഈ രൂപത്തിലുള്ള സന്ദേശങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത് ഈ വലിയ ചൂഷണത്തിന് വിധേയമാകുന്ന സാധാരണക്കാർ തങ്ങളുടെ ഭാവി സുരക്ഷിതമാകും എന്ന താല്പര്യത്തോടുകൂടി ഇത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഹസ്തശാസ്ത്രം, കൈരേഖകൾ നോക്കി ഭാവി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തൻ്റെ വരാനിരിക്കുന്ന ഭാവി ശോഭനമല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മനസ്സമാധാനവും കൂടി നഷ്ടപ്പെടുത്താൻ മാത്രമേ ഇത്തരത്തിലുള്ള കൈരേഖാശാസ്ത്രം ഉൾപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾക്ക് കഴിയൂ എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കും. ഐക്കല്ലുകൾ ശരീരത്തിൽ ബന്ധിപ്പിക്കുക, ഏലസുകൾ, ഉറുക്ക്, മന്ത്രച്ചരടുകൾ, ഇതൊക്കെ പഴയ കാലങ്ങളിൽ എന്ന പോലെ തന്നെ മനുഷ്യൻ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലെത്തിയിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകളും. വിശ്വാസികൾ പോലും, വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ ഈ രൂപത്തിൽ ഒരു കാലഘട്ടത്തിൽ പിഞ്ഞാണത്തിൽ കറുത്ത മഷി കൊണ്ട് എഴുതി അത് ഗർഭിണികൾക്ക് പോലും ഒരു ചികിത്സ എന്നുള്ള നിലയ്ക്ക് എഴുതി കൊടുക്കുകയും അത് അവർ കുടിക്കുകയും തങ്ങൾക്ക് അതിലൂടെ സുഖപ്രസവം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ രൂപത്തിലെല്ലാം പണ്ഡിതന്മാർക്ക് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു മാത്രമേ ഒയ്ബ് അറിയുകയുള്ളൂ എന്ന ഈ ഒരു യാഥാർത്ഥ്യം വളരെ സ്പഷ്ടമായി തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമുക്ക് ഉത്ബോധിപ്പിച്ച് തന്നിട്ടുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ അവിടെ നിലവിലുണ്ടായിരുന്നു. അതിനെ വിശ്വാസത്തിലൂടെ വിശ്വാസം അവരിൽ അരക്കിട്ടുറപ്പിച്ച് ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളെ മാറ്റിയെടുക്കുവാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അടിത്തറ, മതത്തിൻ്റെ കാതൽ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റുകളിൽ നിന്നുള്ള മോചനം സാധ്യമാവുകയുള്ളൂ. സൂറത്തുൽ ജിന്നിൽ ഈ രൂപത്തിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള പോരാട്ടവും എല്ലാ കാലഘട്ടത്തിലും ജിന്നുകളെ സ്വാധീനപ്പെടുത്തി അവരിൽ നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കാനോ ഉപദ്രവങ്ങൾ തടയുവാനോ ഉള്ള പുരോഹിതന്മാരുടെ ചൂഷണത്തിന് അറുതി വരുത്തുവാനും യഥാർത്ഥത്തിൽ സൂറത്തുൽ ജിന്നിൻ്റെ ഈ പഠനം നമുക്ക് സാധ്യമായിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹു ആ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഇത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.